രാജകീയമായ മണിമാലയ്ക്ക് ഒരു വ്യത്യാസവും വരില്ലല്ലോ. കാലം കൂടുന്തോറും മാറ്റു കൂടുതലേ ഉള്ളൂ. അത് സത്യമാണ്. കൊട്ടാരം മണിമാലയ്ക്ക് അതിദിവ്യ ശക്തിയുണ്ട്. ദൈവീക പ്രഭാവമുള്ളതാണ് ആ മാല. ഒരു അപ്സരസ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതുപോലെ. എന്നെ കബളിപ്പിച്ചിട്ട് എന്റെ പിറകിൽ ഇതൊക്കെയാണ് നടക്കുന്നതല്ലേ? എന്റെ ഉപ്പും ചോറും തിന്നിട്ട് എല്ലാവരും എന്നെ ദ്രോഹിക്കുക. എല്ലാത്തിനും ഞാൻ വച്ചിട്ടുണ്ട്. ഓരോരുത്തരുടെ കണക്കുകൾ ഞാൻ പ്രത്യേകം തീർക്കും. ഇപ്പോഴത്തെ ഈ ചിരിക്ക് ഞാൻ നിന്റെ കണ്ണീര് കൊണ്ട് പകരം വീട്ടും. നോക്കിക്കോ. കുഞ്ഞോളെ, ആളെത്തൂലല്ലേ? ചായ. ഓഹോ, നമസ്കാരം. നമസ്കാരം ജോത്സരെ. ഭദ്രേട്ടാ, ഇതാ ഞാൻ പറഞ്ഞ ശങ്കരനാരായണൻ ജോത്സര്. എനിക്കറിയാം. ഇതെന്റെ സഹോദരനാ ഭദ്രൻ. എനിക്കറിയാം, അന്ന് വന്നിട്ടുണ്ടല്ലോ. അതെ. വരണം. ഓ, വരണം. ഇരിക്കേ. ജോത്സ്യരെ കാത്തിരിക്കുകയായിരുന്നു. ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞിരുന്നല്ലോ. കൊട്ടാരത്തിലെ ദിവ്യമായ മണിമാല ഇവിടെ ഒരാളുടെ കയ്യിൽ തന്നെ ഉണ്ട്. ഇന്ന് രാവിലെ പ്രശ്നം വെച്ചപ്പോ കബഡികളുടെ കിലുക്കം അതാണ് സൂചിപ്പിച്ചത്. അതെ ജോത്സ്യരെ, അത് ഒറിജിനലാണോ അല്ല എന്നെ കബളിപ്പിക്കാനായി ആരെങ്കിലും കൊണ്ടുവരുന്ന ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് എനിക്കറിയണം. അതിന് ജോത്സ്യർ എന്നെ സഹായിക്കണം. സഹായിക്കാം. ആദ്യം ആ മാലയൊന്ന് കാണട്ടെ. അത് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഒറ്റ നോട്ടത്തിൽ അത് യഥാർത്ഥ മാലയാണോ അല്ല തട്ടിപ്പാണോ എന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. അതിനിപ്പോ തട്ടാമാര് വരണ്ടേ? സ്വർണത്തിന് സാമീപ്യം കൊണ്ടും ഗന്ധം കൊണ്ടും മാറ്റുകൊണ്ടും നഗ്ന നേത്രങ്ങൾ കൊണ്ടും തിരിച്ചറിയുന്നതാണ് ജ്യോതിഹേമ ശാസ്ത്രം. ഓഹോ, അതൊന്നും അറിഞ്ഞില്ല. എങ്ങനെ ഐശ്വര്യയോട് ആ മണിമലയെ കൊണ്ടുവരാൻ പറയാം, അല്ല കുഞ്ഞോളെ? ചന്ദ്രലേഖേ, ചന്ദ്രലേഖേ. മാഡം, ഐശ്വര്യയോട് ഇവിടേക്കൊന്ന് വരാൻ പറയ്.
ജ്യോത്സ്യൻ അതിദിവ്യന. വളരെ ബുദ്ധിമുട്ടിയാ അദ്ദേഹത്തെ കണ്ടെത്തിയതും ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നതും. പുരാവസ്തുക്കളെക്കുറിച്ച് ജ്യോത്സ്യരെ പോലെ അറിവുള്ള ആളുകൾ വളരെ കുറവാ. എന്നെ പോലെയുള്ളവരെ പുരാവസ്തുക്കളുടെ കാര്യം പറഞ്ഞ് കബളിപ്പിക്കുന്ന ആളുകൾ ഇഷ്ടം പോലെയുണ്ട്. ഓ, അതുകൊണ്ടാ ഈ മണിമാല എനിക്ക് തരാമെന്ന് പറഞ്ഞപ്പോ അത് പരിശോധിക്കാൻ ഞാൻ തീരുമാനിച്ചത്. അതിനു പറ്റിയ ഏറ്റവും നല്ല ആൾ ഈ ശങ്കരനാരായണൻ ജ്യോത്സ്യൻ തന്നെയാണെന്ന് എനിക്കറിയാം. എന്തായാലും എനിക്ക് സന്തോഷായി. എനിക്കും. എന്താ ഇവിടെ? എന്റെ കയ്യിൽ മണിമാല ഇല്ലെന്ന് ഞാൻ നിന്നോട് പറഞ്ഞല്ലേ? ആ മണിമാല എനിക്ക് തന്നാൽ അതിന്റെ നേട്ടം എനിക്ക് മാത്രമാവില്ല ചിന്നു. മതി, ഈ നാടകം മതിയൊക്കെ ഒന്ന് ഇറങ്ങി പോവോ? മേഡം, എന്താ? രമ മേഡം വിളിക്കുന്നു. അമ്മ വിളിച്ചെന്നോ? എന്നെയോ? അതെ. എന്തിന്? രമ മേഡത്തെ ഏതോ അതിഥി കാണാൻ വന്നിട്ടുണ്ട്. ഏത് അതിഥി? അതൊന്നും എനിക്കറിയില്ല. കണ്ടിട്ട് ഏതോ ജ്യോത്സ്യനാണെന്ന് തോന്നുന്നു. പൊക്കോ, ഞാൻ വന്നേക്കാം. ജോത്സ്യന് പറഞ്ഞത് 100% ശരിയാ. ചന്ദ്രലേഖയ്ക്ക് അടുക്കള പണിയൊന്നുമില്ലേ? ഉണ്ട് മേഡം. എങ്കിൽ പോവാം. ഇതാണല്ലേ ഐശ്വര്യലക്ഷ്മി തമ്പുരാട്ടി? എന്നൊക്കെയാണ് പറയുന്നത്. ഇന്നത്തെ കാലത്ത് രാജഭരണോ അധികാരമോ ഒന്നും ഇല്ലെങ്കിലും രാജരക്തം രാജരക്തം തന്നെയല്ലേ? അതിന് മാറ്റം വരില്ലല്ലോ. അത് വാസ്തവമായിരിക്കാം. രാജരക്തത്തിന് മാറ്റം വരികയോ വരാതിരിക്കുകയോ ചെയ്യാം എന്ന് കരുതി രാജകീയമായ മണിമാലയ്ക്ക് ഒരു വ്യത്യാസവും വരില്ലല്ലോ. കാലം കൂടുന്തോറും മാറ്റു കൂടുതലേ ഉള്ളൂ. അത് സത്യമാണ്. കൊട്ടാരം മണിമാലയ്ക്ക് അതിദിവ്യ ശക്തിയുണ്ട്. ദൈവീക പ്രഭാവമുള്ളതാണ് ആ മാല. ഇവളുടെ കയ്യിൽ രാജകീയമായ മണിമാലയുണ്ടെന്നാ ഇവള് പറയുന്നത്. പറയല്ല, അതെന്റെ പക്കലുണ്ട്.